നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനിഴ നക്ഷത്രക്കാരുടെ സെപ്റ്റംബർ മാസഫലമാണ് ഈ വീഡിയോയിലുള്ളത്. അനിഴ നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം 2025 സെപ്റ്റംബർ മാസം ഒരു നല്ലൊരു വഴിത്തിരിവും നിർണായകമായ സമയവുമാണ്. കഴിഞ്ഞ 7.5 വർഷമായി വൃശ്ചികൻ രാശിക്കാരെ അലട്ടിയിരുന്ന 7.5 ശനി എന്ന ദോഷകരമായ അവസ്ഥയിൽ നിന്ന് ഈ മാസത്തിൽ പൂർണ്ണമായ മോചനം ലഭിക്കുന്നു. ഇത് സർവ്വസുഖ സമ്പന്നതയിലേക്കുള്ളൊരു വാതിൽ തുറക്കുമെന്നതിനാൽ ഈ കാലഘട്ടം ഒരു പുതിയ തുടക്കമായി കണക്കാക്കാം. എങ്കിലും ഈ മാസം ചില ഗ്രഹങ്ങളുടെ പ്രത്യേക സ്ഥാനങ്ങൾ കാരണം തൊഴിൽ, സാമ്പത്തികം, കുടുംബം തുടങ്ങിയ മേഖലകളിൽ ചെറിയ തോതിലുള്ള വെല്ലുവിളികളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ വെല്ലുവിളികളെ ഒരു കർമ്മപരമായ പരീക്ഷയായി കണക്കാക്കി ജാഗ്രതയോടെ സമീപിക്കുകയാണെങ്കിൽ ഈ ഘട്ടം വിജയകരമായി പൂർത്തിയാക്കി ശോഭനമായൊരു ഭാവി കെട്ടിപ്പടുക്കാൻ സാധിക്കും. ജാഗ്രത പാലിക്കേണ്ട സെപ്റ്റംബറിലെ ബുധൻ കേതു സംഗമമാണ്. അത് തൊഴിൽ മേഖലയിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കാം. ദീർഘകാലമായി നിലനിന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് വലിയൊരളവിൽ പരിഹാരമുണ്ടാകുന്ന സമയം കൂടിയാണ്. സെപ്റ്റംബർ 7 ചന്ദ്രഗ്രഹണം കാരണം മനസ്സിൽ അകാരണമായ അസ്വസ്ഥതയും കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാം. ഇവയൊക്കെ കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന ഒരു വീഡിയോ ആണിത്. 2025 സെപ്റ്റംബർ മാസത്തിൽ പ്രധാന ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങൾ അനിഴ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സമ്മിശ്ര ഫലങ്ങൾ നൽകുമെന്ന് കാണുന്നുണ്ട്. അനിഴ നക്ഷത്രത്തിൻ്റെ അധിപൻ ശനിയും രാശിയാധിപൻ ചൊവ്വയുമാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന അനിഴ നക്ഷത്രത്തെ ഈ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ എങ്ങനെ ബാധിക്കുമെന്നത് വിശദമായി നോക്കാം. അനിഴ നക്ഷത്രക്കാർക്ക് വൃശ്ചികക്കൂറായതിനാൽ 7.5 കാലത്തെ അല്ലെങ്കിൽ 7.5 വർഷത്തെ ശനി ദോഷത്തിൽ നിന്ന് പൂർണ്ണമായ മോചനം ലഭിക്കുന്ന സമയമാണിത്. ഇത് സാമ്പത്തിക കാര്യങ്ങളിലും കുടുംബത്തിലും തൊഴിൽ മേഖലയിലും വർഷങ്ങളായി നിലനിന്നിരുന്ന പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരമാകും. ശനി ഇപ്പോൾ മീനൻ രാശിയിൽ വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത്. അനിഴ നക്ഷത്രക്കാരുടെ 5ാം ഭാവത്തിലാണത്. ഈ ഗ്രഹസ്ഥിതി സർവ്വസുഖ സമ്പന്നത നൽകുന്ന ഒരു അനുകൂല കാലഘട്ടത്തിൻ്റെ തുടക്കമായി കണക്കാക്കുന്നു. ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാക്കിയ എല്ലാ പ്രശ്നങ്ങളും മാറി മുന്നോട്ട് പോകാൻ ഇത് സഹായിക്കും. ബുധൻ കേതു സംഗമത്തിൻ്റെ പ്രതികൂല ഫലങ്ങൾ നോക്കുമ്പോൾ ശനിദോഷത്തിൽ നിന്ന് മോചനം ലഭിക്കുമ്പോഴും ചില ഗ്രഹങ്ങളുടെ അപ്രധാനമാണെങ്കിലും നിർണായകമായ സ്ഥാനങ്ങൾ കാരണം ശ്രദ്ധയോട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. 2025 സെപ്റ്റംബർ മാസത്തിൽ ബുധനും കേതുവും ചിങ്ങൻ രാശിയിൽ, അതായത് വൃശ്ചികക്കൂറിൽ നിന്നുള്ള 10ാം ഭാവം അവിടെ സംയോജിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉടലെടുക്കും. ബുധൻ കേതു സംഗമം വ്യക്തിയുടെ തൊഴിൽ മേഖലയിൽ മിസ്കമ്മ്യൂണിക്കേഷൻ, ഈഗോ ക്ലാഷ് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനും വഴിവെക്കുന്നുണ്ട്. ഇത് ആത്മവിശ്വാസം, ആശയക്കുഴപ്പങ്ങൾ, മനസ്സിൻ്റെ അലസത എന്നിവയ്ക്ക് കാരണമായി തീരുകയും ചെയ്യും. 2025 സെപ്റ്റംബറിൽ 2 പ്രധാന ഗ്രഹണങ്ങൾ സംഭവിക്കുന്നുണ്ട്. സെപ്റ്റംബർ 7 കുംഭൻ രാശിയിൽ, അതായത് വൃശ്ചികക്കൂറിൽ നിന്നുള്ള 4ാം ഭാവം ഒരു പൂർണ്ണ ചന്ദ്രഗ്രഹണം ഉണ്ടാകും. ഇത് ഗാർഹിക ജീവിതം, മാനസിക സമാധാനം, വികാരങ്ങൾ എന്നിവയെ പ്രതികൂലമായി ബാധിക്കാനിടയുണ്ട്. അതിനാൽ ഈ കാലയളവിൽ ക്ഷമയോടെയും പെരുമാറുന്നത് വളരെ പ്രധാനമാണ്. സെപ്റ്റംബർ 21 കന്നി രാശിയിൽ ഒരു ഭാഗിക സൂര്യഗ്രഹണവും സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഈ സൂര്യഗ്രഹണം ഇന്ത്യയിൽ ദൃശ്യമാകുന്നില്ല. അതിനാൽ അനിഴ നക്ഷത്രക്കാരെ ഇതിൻ്റെ ദോഷങ്ങൾ കാര്യമായി ബാധിക്കാനുള്ള സാധ്യത കുറവുമാണ്. മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനം പറയുമ്പോൾ ചൊവ്വ സെപ്റ്റംബർ 13 വരെ കന്നിരാശിയിലും തുടർന്ന് തുലാൻ രാശിയിലും സഞ്ചരിക്കും. ഇത് ആദ്യ പകുതിയിൽ സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യത നൽകുന്നുണ്ടെങ്കിലും 2ാം പകുതിയിൽ ചിലവുകൾ വർദ്ധിക്കാനുള്ള ഇടയാണ് പറയുന്നത്. വ്യാഴം മിഥുനൻ രാശിയിൽ 8ാം ഭാവത്തിൽ തുടരുന്നതിനാൽ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടാകാം. ഇത് മാനസിക സമ്മർദ്ദമൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെങ്കിലും ആത്മീയ കാര്യങ്ങളിലേക്ക് തിരിയുന്നത് ഇതിനെ മറികടക്കാൻ സഹായിക്കും. 7.5 ശനി അവസാനിക്കുന്നതോടെ അനിഴ നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് വലിയ പുരോഗതി ഉണ്ടാകുന്നുണ്ട്. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പൂർത്തിയാക്കാൻ സാധിക്കും. സ്വന്തം കഴിവുകളും അറിവും തിരിച്ചറിയാനും അതുപയോഗിച്ച് മുന്നോട്ട് പോകാനും കഴിയും. ബിസിനസ്സിൽ ഏർപ്പെടുന്നവർക്ക് വിജയം ഉണ്ടാകും. പുതിയ ബിസിനസ് ആശയങ്ങൾ ലാഭകരമാവുമെങ്കിലും ഈ മാസത്തിലെ ബുധൻ കേതു സംഗമം കാരണം ചില തടസ്സങ്ങളുണ്ടാവാം. മേലധികാരികളുമായി സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. മേലധികാരികളുമായി വാക്കേറ്റങ്ങളോ ഈഗോ ക്ലാഷുകൾ, നിർണായകമായ പദ്ധതിയിലെ കാലതാമസങ്ങൾ എന്നിവ കാരണം വഴക്കുണ്ടാതെയൊക്കെ ശ്രദ്ധിക്കണം. അതിനാൽ എടുത്തുചാടി തീരുമാനങ്ങളൊന്നും എടുക്കാതെ വിനയത്തോടെയും ക്ഷമയോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അമിത ആത്മവിശ്വാസം ഒഴിവാക്കുകയും വാക്കുകളിലും പ്രവൃത്തികളിലും സത്യസന്ധത പുലർത്തുകയും ചെയ്താൽ ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നിഷ്പ്രയാസം സാധിക്കുന്നതാണ്. വർഷങ്ങളായി അലട്ടിയിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഈ മാസം കാര്യമായി ആശ്വാസം ലഭിക്കും. കടങ്ങൾ വീട്ടാൻ സാധിക്കും. ഒപ്പം പുതിയ നിക്ഷേപങ്ങൾ നടത്താനും അനുകൂലമായ സാഹചര്യമുണ്ട്. സ്ഥാവര വസ്തുക്കളിൽ നടത്തുന്ന നിക്ഷേപങ്ങൾ ഭാവിയിൽ വലിയ നേട്ടങ്ങൾ നൽകാം. എങ്കിലും മാസാന്ത്യത്തിൽ ചൊവ്വയുടെ സ്ഥാനമാറ്റം കാരണം അപ്രതീക്ഷിത ചെലവുകളും ഉണ്ടാകാം.
സാമ്പത്തിക അസ്ഥിരത ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വലിയ തുകകൾ കടം കൊടുക്കുകയോ അപകടകരമായ നിക്ഷേപങ്ങൾ നടത്തുകയോ ചെയ്യരുത്. ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണ്. 7.5 ശനിയിൽ നിന്നുള്ള മോചനം കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ തിരികെ കൊണ്ടുവരും. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറുകയും പങ്കാളിയുമായി കൂടുതൽ അടുപ്പം സ്ഥാപിക്കാൻ സാധിക്കുകയൊക്കെ ചെയ്യും. അനിഴ നക്ഷത്രക്കാർക്ക് തൃപ്തികരമായ ദാമ്പത്യ ജീവിതം ഉണ്ടാകുമെന്നും അവർക്ക് ലഭിക്കുന്ന പങ്കാളി ഈശ്വരഭക്തരായാലും നല്ല സ്വഭാവ ഗുണമുള്ളവരായിരിക്കുമെന്നും പറയുന്നുണ്ട്. കല്യാണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ മാസത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ സാധ്യതയുണ്ട്. എന്നാൽ സെപ്റ്റംബർ 7 ചന്ദ്രഗ്രഹണം കാരണം കുടുംബത്തിൽ ബന്ധങ്ങളിൽ ചില അസ്വസ്ഥതകളും ഉടലെടുക്കാം. മാതാപിതാക്കളോടും ബന്ധുക്കളോടും കൂടുതൽ സ്നേഹത്തോടെയും ക്ഷമയോടെയും പെരുമാറുന്നത് ഈ പ്രശ്നങ്ങളെ പെട്ടെന്ന് ലഘൂകരിക്കാൻ സാധിക്കും. അനിഴ നക്ഷത്രക്കാർ പൊതുവെ കുടുംബത്തിന് വലിയ പ്രാധാന്യം നൽകുന്നവരാണ്. ഈ മാസം കുടുംബകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരും. നക്ഷത്രക്കാരൻ്റെ ജോലിപരമായ തിരക്ക് കാരണം കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ കഴിയാത്തത് ചില അസ്വാരസ്യങ്ങൾക്ക് കാരണവുമാകും. ഈ മാസം കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുക. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. എങ്കിലും ശനിയുടെ സ്വാധീനം കാരണം മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അമിതമായ ജോലിഭാരവും ഉറക്കക്കുറവും ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കാനും ഇടയുണ്ട്. യോഗ, ധ്യാനം, ചിട്ടയായ വ്യായാമം എന്നിവ പിന്തുടരുന്നത് ഈ പ്രശ്നങ്ങൾ നേരിടാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. അനിഴ നക്ഷത്രക്കാർക്ക് അറിവ് നേടാനുള്ള ശക്തമായ ആഗ്രഹമുള്ളവരാണ്. വിദ്യാർത്ഥികൾക്ക് ഈ മാസം പഠനത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിലും സാങ്കേതിക വിഷയങ്ങളിൽ പഠിക്കുന്നവർക്ക് ഇത് നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സമയമാണ്. കഠിനാധ്വാനത്തിലൂടെ ഉന്നത വിജയം നേടാനും ഉപരിപഠനത്തിന് അവസരങ്ങൾ ലഭിക്കാനും ഇടയുണ്ട്. സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹങ്ങളുടെയും ഗ്രഹണങ്ങളുടെയും പ്രതികൂല ഫലങ്ങളെ ലഘൂകരിക്കാനും അനുകൂല ഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്ന ചില പരിഹാര മാർഗങ്ങളുണ്ട്. ശനീശ്വര പ്രീതി. അനിഴ നക്ഷത്രത്തിൻ്റെ അധിപൻ ശനി ആയതിനാൽ ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉചിതമാണ്. ശനിയാഴ്ചകളിൽ ശനീശ്വര പൂജ നടത്തുകയും വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുക. ദരിദ്രർക്ക് ഭക്ഷണം, കറുത്ത വസ്ത്രങ്ങൾ, എള്ള് എന്നിവ ദാനം ചെയ്യുന്നത് ഗുണകരമായിരിക്കും. അനിഴ നക്ഷത്രത്തിൻ്റെ ദേവത മിത്രനാണ്. സൗഹൃദവും സഹകരണവും വർദ്ധിപ്പിക്കാൻ ഓം മിത്രായ നമഃ എന്ന് ജപിക്കുന്നത് ഉത്തമമാണ്. പൂയം നക്ഷത്രം, ഉത്രട്ടാതി എന്നീ അനുജന്മ നക്ഷത്ര ദിവസങ്ങളിലും ജന്മനക്ഷത്ര ദിവസങ്ങളിൽ നവഗ്രഹ ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ഗ്രഹണ സമയങ്ങളിൽ സാമ്പത്തിക ഇടപാടുകളും പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക. പകരം മന്ത്രജപത്തിലും ധ്യാനത്തിലും ഏർപ്പെടുന്നത് ദോഷഫലങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കുന്നതാണ്. 7.5 ശനി അവസാനിക്കുന്നതിൻ്റെ ഭാഗമായ ദോഷം ആയുസ്സിൻ്റെ കാരകനായ ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളാണ് ചെയ്യേണ്ടത്. ശാസ്താവിന് നീരാഞ്ജനം, എള്ളുതിരി കത്തിക്കൽ എന്നിവ നടത്താം. ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമായിരിക്കും. ബുധൻ കേതു സംഗമത്തിന് ഗണപതിയെ ഭജിക്കുക. ഗണപതി ഹോമം, കർഗഹോമം എന്നിവ നടത്തുന്നത് ഉചിതമാണ്. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഗുണകരമായ കാര്യമാണ്. ചൊവ്വ സൂര്യ ദോഷം, ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയൊക്കെയാണ് സാധ്യത കാണുന്നത്. ദുർഗാക്ഷേത്രത്തിലോ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലോ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക. ശാസ്താവിന് നീരാഞ്ജനം, ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം എന്നിവ നടത്തുന്നത് ഉത്തമമാണ്. 2025 സെപ്റ്റംബർ മാസം അനിഴ നക്ഷത്രക്കാർക്ക് ദീർഘകാല ദുരിതങ്ങളിൽ നിന്നുള്ള മോചനത്തിൻ്റെ സുപ്രധാന കാലഘട്ടമാണ്. 7.5 ശനി എന്ന പ്രതികൂല കാലഘട്ടത്തിൻ്റെ അവസാനത്തെ ഇത് അടയാളപ്പെടുത്തുന്നു. എങ്കിലും ഈ മാസത്തെ ചില ഗ്രഹങ്ങളുടെ സംഗമം, പ്രത്യേകിച്ച് ബുധൻ കേതു സംഗമം, ചന്ദ്രഗ്രഹണവും ചെറിയ വെല്ലുവിളികളൊക്കെ ഉണ്ടാക്കാം. ഈ വെല്ലുവിളികളെയൊക്കെ ഒരു അന്തിമ കർമ്മ പരീക്ഷയായി കണ്ട് വിനയത്തോടും ക്ഷമയോടും ആത്മനിയന്ത്രണത്തോടും കൂടി സമീപിക്കുന്നത് ഈ പ്രതിസന്ധികളെ മറികടന്ന് സുസ്ഥിരവും ഐശ്വര്യപൂർവ്വമായ ഒരു ഭാവി അടിത്തറ പാകാൻ സാധിക്കും.